മഴ തോരും മുമ്പയുടെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കമലനോട് ചോദിച്ചറിയുന്നു മാലതി ഗംഗേട്ടനും. കാരണം ആദ്യം ചോദിക്കുന്ന നമ്മുടെ കമല ചോദിക്കുന്നു, എന്താണ് ബാലചന്ദ്രൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചറിഞ്ഞോ ഗംഗേട്ടാന്ന് ചോദിക്കുമ്പോൾ, അത് ഞങ്ങൾ അറിഞ്ഞു. എന്താണ് വൈജയുടെ പ്രശ്നം, നിന്നോട് വല്ലതും പറഞ്ഞോ എന്ന് ചോദിക്കും. വൈജയുടെ പ്രശ്നം എന്ത്? അലീന വേറെ ഒന്നുമില്ലാന്നറിയും. അതെന്താ വൈജയ്ക്ക് അലീനോട് ഇത്ര ദേഷ്യം? അവള് സ്വർണം, മോതിരം, റിങ്ങും പൈസയും പണവും ഒക്കെ മോഷ്ടിക്കുന്നറിയും. എത്ര പണം അവിടെ നിന്ന് മോഷ്ടിച്ചിട്ടുണ്ടെന്ന് ചോദിക്കും. അത് ഇവിടെ നിന്ന് ഇവളല്ല ആദ്യം ഇവിടെ അല്ലേ വന്നത്, അപ്പോൾ കമലന് എന്തെങ്കിലും നഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കും. എൻ്റെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, അതിനുള്ളൊരു അവസരം ഞാൻ കൊടുത്തിട്ടില്ല എന്ന് പറയും. അപ്പോൾ അവിടുത്തെ കടപ്പാട്ടൂർ ബാലേന്ദ്രൻ്റെ വീട്ടിലേന്ന് ചോദിക്കും. ബാലേന്ദ്രൻ്റെ വീട്ടിൽ ഇത്രയും നിശ്ചയമില്ല, നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയും. അത് വൈജയുടെ തോന്നലല്ലേ എന്ന് ചോദിക്കും. അത് എന്നാൽ നീ എത്രയായിരുന്നു വൈജ പറഞ്ഞു എന്ന് പറയും. അത് വൈജ പറഞ്ഞില്ല, അത് കൃത്യമായിട്ട് പറയാൻ വൈജയ്ക്ക് അറിയില്ല, കാരണം അങ്ങനെ ഒരു സംഭവമില്ല. വെറുതെ വൈജയുടെ മനസ്സിലേക്ക് എണ്ണ ഒഴിച്ച് കത്തിക്കരുത്, ആളി കത്തിപ്പിക്കരുതിട്ട കമല നീന്ന് പറയും. കമല വേഗം അവിടുന്ന് സ്ഥലം വിടും. അപ്പോൾ അതിന് മുന്നേ തന്നെ കമലനോട് കമല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അലീനനെ കൊണ്ടുവന്നതും അലീനനെ കൊണ്ടുവരാണ്ടായ സാഹചര്യവും അലീനനെ അതിന് മുന്നേ ബ്രിജിത്താമ്മ നമ്മുടെ അച്ഛനെ കാണാൻ വന്നതും അച്ഛൻ മനുവിനെയും കൂട്ടി പോയതും അതിനുശേഷം മനു അച്ഛൻ്റെ അന്ത്യാഭിലാഷമാണെന്നും പറഞ്ഞ് കൊണ്ടുവന്നതൊക്കെ കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോൾ നമ്മുടെ കമലയ്ക്കും ഗംഗാധരനും അതുപോലെ തന്നെ മാലതിയേട്ടത്തിക്കും സംഭവങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അലീന വൈജയന്തിൻ്റെ കുഞ്ഞ് തന്നെയാണ്, അതുകൊണ്ടാണ് അച്ഛൻ അവളെ ഈ വീട്ടിൽ തന്നെ എത്തിച്ചതെന്ന് മനസ്സിലാവുകയാണ്. പിന്നെ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ ബാലചന്ദ്രൻ കണ്ണടച്ച് കിടക്കുകയായിരിക്കുള്ളൂ. അപ്പോൾ അവിടേക്ക് നമ്മുടെ മനു ബബിതനെയും കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ബബി അച്ഛൻ എന്താ പറ്റിയത്, അച്ഛൻ നല്ല സ്ട്രോങ് ആയിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഒരു ബലൂൺ ആയിരുന്നു ഞാൻ, അപ്പോൾ അതിൻ്റെ രണ്ടറ്റത്തുനിന്നും കൂടി ഇങ്ങനെ പൊട്ടിച്ച് ആൾക്കാർ എന്നൊക്കെ പറയുന്ന ആരൊന്നും വ്യക്തമാവണില്ല. അപ്പോൾ പറയും എല്ലാവരും ആരും സത്യസന്ധമായിട്ട് ആരും ജീവിക്കുന്നില്ല എന്ന് പറയും. അച്ഛൻ എന്താ അങ്ങനെ പറയണമെന്ന് പറയുമ്പോൾ, എന്നാ പാസ്വേഡ് ഓണാക്കി നിൻ്റെ മൊബൈലൊന്നും ഇങ്ങോട്ട് തായോ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ബബീത ആ ഫോൺ ഇങ്ങനെ കയ്യിൽ ചുരുട്ടി പിടിക്കിന് ഭയങ്കര ടെൻഷനായിട്ട് കൊടുക്കണോ വേണ്ടതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്തായാലും അത് കൊടുക്കുന്നുണ്ട്. കൊടുത്തപ്പോൾ ബാലചന്ദ്രൻ 5 മിനിറ്റ് നോക്കിയിട്ട് പുച്ഛത്തോടെ ബബീനെ നോക്കി ചിരിച്ചിട്ട് പറയും, വാട്സപ്പ് നമ്പർ ലോക്ക്, ഇൻസ്റ്റാഗ്രാം നമ്പർ ലോക്ക്, കോണ്ടാക്റ്റ് നമ്പർ ലോക്ക്, എല്ലാ നമ്പർ ലോക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ, മനസ്സിലായില്ലേ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ മനു ഇങ്ങനെ വല്ലാത്ത ഇങ്ങനെ അത്ഭുതത്തോടെ ഇനി ബബിതനെ നോക്കണത്. എന്നിട്ട് പറയും, ബബീനെ വീട്ടിൽ കൊണ്ടാക്കുമ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ മേടിച്ച് കൊടുക്കണേ മനു എന്ന് പറയും. ശരി അങ്ങനെ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഡിസ്ചാർജ് വിവരം അലീനനെ വിളിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ബബി അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെയൊക്കെ നല്ലോണം തൂത്ത് തുടച്ചിടാൻ, അച്ഛനെയും കൊണ്ട് നാളെ അവർ വരുമെന്ന് പറയും. അപ്പോൾ നാളെ എനിക്ക് പോകാമല്ലേ മുത്തശ്ശി എന്ന് പറയുമ്പോൾ, വരട്ടെ കുഞ്ഞെ, നീ അതിനോട് ചാടിക്ക് പെടയല്ലേ, എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ, നമുക്ക് വേണ്ട തീരുമാനങ്ങളൊക്കെ എടുക്കാമെന്ന് പറയുന്നതാണ്. പിന്നെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നത് വൈജയന്തി ആദ്യമായിട്ട് ബബി നമ്മുടെ കൃഷ്ണമോളെ കൂടെ ബാലേന്ദ്രൻ മുറിയിലേക്ക് കയറി ചെല്ലുന്നു. ബാലേന്ദ്രൻ കഴുത്ത് തിരിച്ചിരിക്കുന്നു, തീരെ നോക്കുന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ കിടക്കണ്. അപ്പോൾ പണ്ടത്തെ സാമർഥ്യമൊന്നും വൈജയന്തിക്കില്ല, നടക്കില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പതുക്കനെ പറയുന്നു, ഡോക്ടർ ഡിസ്ചാർജ് ബില്ല് റെഡിയാക്കിയിട്ടുണ്ട്, ഞാൻ പാക്ക് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ എന്ന് പറയും. അത്രമാത്രം ഒരു മൂളൽ. അങ്ങനെ വൈജയന്തി പാക്ക് ചെയ്യാൻ നിൽക്കുമ്പോൾ മനു ബില്ലും കൊണ്ടുവരും, താങ്കളെ ബില്ലെന്ന് പറയും. അപ്പോൾ വൈജയന്തി വേഗം ബില്ല് നീട്ടുമ്പോൾ ബാലേന്ദ്രൻ മേടിക്കും. മനു ഞാനല്ല ആദ്യം കൈ നീട്ടിയെന്ന് ചോദിക്കും. അതിനെന്താന്ന് ചോദിക്കും. അതിൻ്റെ ചാടി അങ്ങോട്ട് ബാലചന്ദ്രൻ. അപ്പോൾ മനു ഓടി വന്നു കഴിഞ്ഞിട്ട് അങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കാൻ പാടില്ല പറഞ്ഞില്ലേ. അപ്പോൾ പിന്നെ അല്ലാണ്ട് പറയും, പിന്നെ ഞാൻ എന്നാ ചെയ്ത്, എത്ര ദിവസമായി ഞാനിങ്ങനെ നിൽക്കണേ, എന്നെ കാണാൻ ഇഷ്ടമല്ല, മിണ്ടണ ഇഷ്ടമല്ല, എന്താ കാര്യം എന്നറിയണ്ടേന്ന് പറയും. ഞാൻ ഇനി മിണ്ടില്ല നിന്നോട്, ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് 2 പേരും കൂടെ ദേഷ്യപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനാവുന്നുണ്ട്. അതിനുശേഷം ഡോക്ടറെ കണ്ട് ഡോക്ടർ ബാലേന്ദ്രന് പൂർണ്ണ റെസ്റ്റ് വേണമെന്നും ഒരു കാരണവശാലും ബാലേന്ദ്രനെ വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ പാടില്ല എന്നൊക്കെ പറയുന്ന ഭാഗമാണ് കാണിക്കുന്നത്. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നു. അപ്പോൾ കാറിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് മനു കാർ ഓടിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ ബാലചന്ദ്രനും ബാക്കിൽ കൃഷ്ണമോളും അതുപോലെ തന്നെ വൈജയന്തിയാണ്. അതിനുശേഷം ഡോർ തുറന്ന് ഇറങ്ങുമ്പോൾ അലീനനെ കാണുമ്പോൾ തീരെ മൈൻഡ് ചെയ്യൂല. അലീന ചിരിക്കും, പക്ഷേ അലീനൻ്റെ മുഖത്ത് പോലും നോക്കില്ല, മൈൻഡ് ചെയ്യാണ്ട് അകത്തേക്ക് കയറിപ്പോകും, കോണിപ്പടി കയറി പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വേറെ മുറീന് എടുക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും, ഇനി നിൻ്റെ മുറി ഇത് എൻ്റെ മുറി. അതെന്താ അങ്ങനെയാണെന്ന് ചോദിക്കും. ഇത് അങ്ങനെയാണ്, ഇത് കൈതക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമമേനോൻ പണിത വീടല്ല, ഇത് ഞാൻ പണിത വീടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വീട്ടിൽ ഏത് റൂമിൽ താമസിക്കണമെന്ന്
ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുന്ന ബാലേന്ദ്രനെ കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.